ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കാലുകളിലേക്ക് ശരിയായ രീതിയിൽ രക്തയോട്ടം നടക്കാത്തത് മൂലം തന്നെ കാലുകളിൽ ഉണ്ടാകുന്ന തരിപ്പ്, അതുപോലെ എന്തെങ്കിലും നെർവ്സിൻ്റെ ഇഷ്യൂസ് കൊണ്ട് പെരിഫറൽ ന്യൂറോപ്പതി പോലുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ കാലുകൾക്ക് ഉണ്ടാകുന്ന തരിപ്പ്, അതുപോലെ കാലുകളിൽ ജോയിൻസിനുണ്ടാകുന്ന വേദന, അതുപോലെ ജോയിൻസിനുണ്ടാകുന്ന സ്റ്റിഫ്നെസ്, പിന്നെ നീർക്കെട്ടുകൾ കാലിലുണ്ടെങ്കിൽ അത് മാറാൻ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരമാണ്. അതുപോലെ തന്നെ രക്തം നല്ല രീതിയിൽ ഫ്ലോ ചെയ്യാനും നമുക്ക് എന്തെങ്കിലും കാലുകളിലൊക്കെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് മാറി നല്ല രീതിയിലുള്ള ബ്ലഡ് ഫ്ലോ ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്ന ഒരു ആയുർവേദ പ്രൊസീജിയറാണ് ഇന്നത്തെ വീഡിയോ. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ ആവശ്യമായിട്ടുള്ളത്, ഇത് ആർക്കൊക്കെ ചെയ്യാം ആരൊക്കെ ചെയ്യരുത് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. ഇന്നത്തെ ഈ ഒരു പ്രൊസീജിയറിൻ്റെ പേര് എന്ന് പറയുന്നത് ധാന്യാമ്ല ധാര എന്നുള്ളതാണ്. ഈ ഒരു ധാര നമ്മൾ ആയുർവേദത്തിൽ ധാര എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, മേലിൽ അല്ലെങ്കിൽ തലയിലും ഒക്കെ മരുന്നുകൾ ചേർത്തിട്ടുള്ള ഔഷധങ്ങൾ, അത് കഷായമാവാം അല്ലെങ്കിൽ പാലാവാം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ തൈലമാവാം. ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നതാണ്. ഒന്നുകിൽ അതായത് തുണി മുക്കി പിഴിഞ്ഞൊഴിക്കും, അല്ലെങ്കിൽ അത് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെയുള്ള പ്രൊസീജിയറിനാണ് ധാര എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ധാര നമ്മൾ ശരീരത്തിൽ ചെയ്യുന്നതാണ് ധാന്യാമ്ല ധാര. ധാന്യാമ്ലം ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ധാന്യാമ്ല ധാര ചെയ്യുന്നത്. ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ പറ്റുന്നവർ ആർക്കൊക്കെയാണ് ഇത്, ഏതൊക്കെ അസുഖങ്ങൾക്കാണ് ഇത് നല്ലതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് ഫ്ലോ കുറവുള്ളവർക്ക് ഈ ഒരു കാലിലേക്കൊക്കെയുള്ള രക്തക്കുഴലുകളിൽ എന്തെങ്കിലും ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ധാന്യാമ്ല ധാര ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നെർവ്സിനുണ്ടാകുന്ന എന്തെങ്കിലും ഇഷ്യൂസ് മാറ്റാൻ വേണ്ടിയിട്ട്, പെരിഫറൽ ന്യൂറോപ്പതി പോലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും ഈ ഒരു ധാന്യാമ്ലധാര ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഒബസിറ്റി, അമിതവണ്ണമുള്ളവർക്കും തടി കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ചെയ്തു വരാറുള്ളതാണ്. അതുപോലെ തന്നെ ഇത് സ്കിന്നിനും വളരെയധികം ഉപകാരപ്രദം ഉള്ളതാണ്. രക്തം നന്നായിട്ട് ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്കിന്നിൽ നല്ല രീതിയിലുള്ള ഒരു ഗ്ലോ ഉണ്ടാവാനും, അതുപോലെ സ്കിന്നിൻ്റെ പോഴ്സൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആവാനും, നല്ല ഒരു സ്കിൻ ഗ്ലോ വരുത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു പ്രൊസീജിയർ കൂടിയാണ് ഇത്. അതല്ലാതെ നമുക്ക് ആമവാദം പോലുള്ള കണ്ടീഷൻസിൽ, അതുപോലെ സന്ധിവാദത്തിൽ, നമുക്ക് ജോയിൻസിന് എന്തെങ്കിലും നീർക്കെട്ട് പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നല്ല സ്റ്റിഫ്നെസ് തോന്നുന്നുണ്ട്, നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയുള്ളവർക്ക്, അതുപോലെ തന്നെ ആമവാദത്തിൻ്റെ ഒക്കെ ആദ്യത്തെ സ്റ്റേജിലാണ് ഇത് സാധാരണയായിട്ട് ചെയ്യാറുള്ളത്. ആമവാദം തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം, നല്ല നീർക്കെട്ടോട് കൂടിയിട്ട് വേദന ഉണ്ടാവും, നല്ല ചുമന്ന കളറിൽ. RA ഫാക്ടറൊക്കെ പോസിറ്റീവ് ആയിരിക്കുന്ന ആ സമയത്ത് നമ്മൾ ഈ ഒരു ധാന്യാമ്ലധാര ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല വ്യത്യാസം കാണാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നടുവേദന ഉള്ളവർ, സെർവൈക്കൽ സ്പോണ്ടൈലോസിസിലും അതുപോലെ തന്നെ പക്ഷാഘാതത്തിലും ഒക്കെ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാറുള്ളതാണ്. അതുപോലെ ഇടക്കിടക്ക് ഈ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വരുന്നവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മസിൽ നഷ്ടപ്പെട്ടു പോകും. ഒരു ഏജ് ആകുമ്പം മസിൽ ലോസ് ഉണ്ടാവാം. ഇങ്ങനെ മസിൽ ലോസ് തടയാനും, അതേപോലെ തന്നെ മസിൽസിന് എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ, അതുപോലെ നമ്മുടെ ബോൺസിന് എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ അത് മാറാനും ഒക്കെ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാറുണ്ട്. അത് നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ നമ്മൾ ബോഡി മൊത്തമായിട്ട് ഈ ഒരു പ്രൊസീജിയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായിട്ട് തലയിൽ നമ്മൾ തളമൊക്കെ വെച്ചതിന് ശേഷമാണ് ബോഡിയിൽ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് ടെമ്പറേച്ചർ ഡിഫറൻസ് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് കോൾഡൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നമുക്കൊരു ഡോക്ടറുടെ കീഴിലാണ് നമുക്ക് ബോഡി മൊത്തമായിട്ടൊക്കെ ഒരു രോഗിയുടെ ആരോഗ്യസ്ഥിതിയും അതുപോലെ തന്നെ അസുഖത്തിൻ്റെ കാഠിന്യമൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു പ്രൊസീജിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് കാലുകളിലൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ, കാലുകൾ ഇപ്പം മുട്ടുവേദനയുണ്ട്, അല്ലെങ്കിൽ പാദത്തിലേക്ക് നമുക്ക് തരിപ്പുണ്ട്, പാദത്തിൽ നിന്ന് നല്ല രീതിയിലുള്ള ബ്ലഡ് ഫ്ലോ ഇല്ല എന്ന് തോന്നുകയാണ്, തരിപ്പുണ്ട്, അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് വീട്ടിൽ ഇത് ചെയ്യും. നമുക്ക് ഈ ഒരു ധാന്യാമ്ലം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നോക്കാം. കുറച്ച് മെനക്കെടാൻ സമയമുള്ളവർക്ക് പറ്റുന്ന ഒരു പ്രൊസീജിയറാണിത്. കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് വേണ്ടത് ഞവരേരിയാണ്, അരിയാണ് വേണ്ടത്. ഞവര അരിയാണ് ഏറ്റവും ബെറ്റർ. അതെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. അപ്പം ഞവര അരി ഞാനിപ്പോൾ 1 ലിറ്ററിൻ്റെ അളവാണ് പറയുന്നത്. നിങ്ങൾക്ക് അതിലധികം ക്വാണ്ടിറ്റി വേണമെങ്കിൽ നിങ്ങൾക്കത് ആവശ്യാനുസരണം കൂട്ടിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഞവര അരി 50 ഗ്രാമാണ് 1 ലിറ്ററിന് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ അവിൽ വേണം, അവിലും ഒരു 50 ഗ്രാം ആവശ്യമായിട്ടുണ്ട്. പിന്നെ അടുത്തത് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ മില്ലറ്റ്സിലുള്ള ചാമയാണ്. ചാമ അരിയും നമുക്ക് ഒരു 20 ഗ്രാം ആവശ്യമായിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുതിരയാണ്. മുതിര ഒരു 12
12 ഗ്രാം ആവശ്യമാണ്. അതുപോലെ തന്നെ അടുത്തത് എന്ന് പറയുന്നത് മലരാണ്. നമ്മൾ പൂജക്കൊക്കെ ഉപയോഗിക്കുന്ന മലര്. ആ ഒരു മലരും നമുക്ക് ഒരു 12 ഗ്രാം ആവശ്യമായിട്ടുണ്ട്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ചുക്കാണ്. ഇഞ്ചി ഉണക്കി പൊടിച്ചിട്ടുള്ളത്. അത് ചുക്ക് മുഴുവനായിട്ട് എടുക്കാം, അത് പൊടിച്ചിട്ടും എടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ നമുക്കിതൊരു 10 ഗ്രാം ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് അയമോദകമാണ്. അയമോദകവും ഒരു 10 ഗ്രാം ആവശ്യമായിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറുനാരങ്ങയാണ്. ഒരു 2 ചെറുനാരങ്ങയും കൂടെ ആവശ്യമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ധാന്യാമ്ലം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കിഴി കെട്ടുന്നതാണ് നല്ലത്. ഓരോന്നും ഓരോ തുണിയിൽ പൊടിച്ച് ഒന്ന് കോസായിട്ട് പൊടിക്കുക. അരിയൊക്കെ മുഴുവനായിട്ട് ഇടുന്നതിന് പകരം ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അത് ഓരോന്നും കിഴി കെട്ടി വെക്കുക. ചെറിയ ചെറിയ കിഴികളാക്കി കെട്ടുക. നാരങ്ങ മുറിച്ചതിന് ശേഷം അതും ഒരു കിഴി കെട്ടുക. എന്നിട്ട് ഇതൊക്കെ കൂടെ ആ വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു മണിക്കൂർ ഇത് തിളപ്പിക്കുക. ചെറിയ തീയിൽ, വളരെ ഹൈ ഫ്ലെയിമിലല്ല, ചെറിയ തീയിൽ 1 മണിക്കൂർ ഇത് തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ തിളപ്പിച്ചെടുത്തതിന് ശേഷം നല്ല ചൂട് ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ ഈ 1 മണിക്കൂർ മാത്രം നമ്മൾ തിളപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം ഇത് നമുക്ക് അടച്ച് സീൽ ചെയ്ത് അതിൻ്റെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് സീൽ ചെയ്ത് വെക്കാം. പിന്നെ 7 ദിവസം കഴിഞ്ഞിട്ട് 8ാമത്തെ ദിവസം ഇത് എടുത്താൽ മതി. അതല്ല എങ്കിൽ നമുക്കിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട്, മഴ തണുപ്പൊക്കെ ഉള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് നമ്മളിത് ഒരു 7 ദിവസവും നമ്മൾ ഓരോ മണിക്കൂർ വീതം ചൂടാക്കി വെക്കുക. ചൂടാക്കിയതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുക. അടുത്ത ദിവസം അതേ സമയത്ത് നമ്മൾ ഇതുപോലെ 1 മണിക്കൂർ ചൂടാക്കുക. അങ്ങനെ 7 ദിവസം കഴിഞ്ഞാൽ 8ാമത്തെ ദിവസം നമുക്ക് ഈ ഒരു വെള്ളം അത് നന്നായിട്ട് പുളിച്ചിട്ടുണ്ടാവും. അതിന് നല്ല കുറച്ച് ബാഡ് സ്മെല്ലുണ്ടാവും. ഒരു പുളിച്ച മണം നന്നായിട്ട് വരും. അത് നമുക്ക് 8ാമത്തെ ദിവസം ഉപയോഗിക്കാവുന്നതാണ്. 8ാമത്തെ ദിവസം ഉപയോഗിക്കുമ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ 1 ലിറ്റർ എന്നുള്ളത് ഞാനൊരു മിനിമം ക്വാണ്ടിറ്റിയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ആവശ്യാനുസരണം അത് കൂട്ടിയെടുക്കാം. അപ്പോൾ അത് നിങ്ങൾ എടുക്കുമ്പോൾ 8ാമത്തെ ദിവസം നിങ്ങൾക്ക് അതെടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഉപയോഗിക്കുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ഇളം ചൂടിലേക്കാക്കുക. അതിനുശേഷം നമുക്കത് ധാര പോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമുക്ക് ഏത് ഭാഗത്താണോ വേദനയുള്ളത് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് ഉള്ളത് അവിടേക്ക് നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വാദസംബന്ധമായിട്ടുള്ള അസുഖമൊക്കെ ആണെങ്കിൽ, അതായത് വാദസംബന്ധമായിട്ടുള്ള സന്ധിവാദം പോലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് എങ്കിൽ നമുക്കൊരു ഓയിൽ കൊണ്ട് മസാജ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ധന്വന്തരം തൈലെടുക്കാം, അല്ലെങ്കിൽ മഹാനാരായണ തൈലെടുക്കാം. ഇത് ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് ഒഴിക്കാവുന്നതാണ്. ഒരു 20 മിനിറ്റോളം നമുക്കിതുപോലെ ധാര ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് മിനിമം 7 ദിവസമെങ്കിലും ചെയ്യണം. എന്നാലാണ് നല്ലൊരു റിസൾട്ട് കിട്ടുക. 7, 14, 21 ഇങ്ങനെ നമുക്ക് ദിവസവും ചെയ്യാം. അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പൊള്ളാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ചൂട് നോക്കി മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി ആമവാദം പോലുള്ള കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് ഓയിലൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നെർവ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണ്, തരിപ്പാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് സഹചരാതി പോലുള്ള ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ധാര ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ചുകൂടെ നിങ്ങൾക്ക് തരിപ്പൊക്കെ ഉണ്ടെങ്കിൽ കാല് ആ ഒരു വെള്ളത്തിൽ മുക്കി വെക്കാവുന്നതുമാണ്. ഒരു 15 മിനിറ്റോളം നമുക്ക് കാല് മുക്കി വെച്ച് കൊടുക്കാവുന്നതാണ് ധാര ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. ഇനി ശരീരം മൊത്തമായിട്ട് നമുക്ക് ധാര ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഡോക്ടറുടെ അണ്ടറിൽ ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ പ്രൊസീജിയർ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ ഉള്ളവരും ഡയബറ്റീസ് ഉള്ളവരും ഒക്കെ ഫുൾ ബോഡി ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഒരു ഡോക്ടർക്ക് മാത്രമേ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ലോക്കലി മുട്ടിന് അല്ലെങ്കിൽ കാൽപാദത്തിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് വീട്ടിൽ ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് നോക്കിയതിന് ശേഷം എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്